ഞാൻ ആദ്യം ഫിസിക്സാണ് ക്വസ്റ്റ്യൻസ് ചെയ്യൽ. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്താ പറയുക, കാണാത്ത പാറ്റേൺ ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്ര ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് കണ്ടപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത് എൻ്റെ തന്നെയാണ് ഇട്ടത് ആ ഒരു രീതിയിൽ നമുക്ക് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാം പേപ്പർ അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ലാന്ന് തോന്നുന്നു. അതായത് ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു ഒരു മോട്ടോന്ന് അവർ മാറി എന്നുള്ളൊരു രീതിയിൽ നമുക്ക് തോന്നും. അപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര ഒരു അടിയായി പോയി. നമ്മളെന്താ പറയുക, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങി. പിന്നെ എന്താ ചെയ്യുക, കൈ ഇങ്ങനെ വറക്കുക, പിന്നെ ഇങ്ങനെ വയർക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു, 1 മണിക്കൂറാണ് ഞാൻ എക്സാമിൽ ഫിസിക്സിന് കൊടുക്കൽ. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ 1 മണിക്കൂർ ഫിസിക്സ് ചെയ്യും, 1 മണിക്കൂർ കൊണ്ട് ബയോളജി 2 ബോട്ടണി സുവോളജിയും കംപ്ലീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രിയിലേക്ക് കയറും. അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. ഞാൻ അതന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കി. പക്ഷേ ഈ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ആകെ 15 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാകെ എന്താ പറയുക, ഭയങ്കര ടെൻഷനായി. ഇനി ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിക്കുക കഴിഞ്ഞുള്ളത്തൊരു സ്കോർ പ്രകാരം നമുക്ക് ഒരു 685 നമ്മൾ 686 കേരളത്തിലെ കട്ട് ഓഫ്. അതിലേക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്തോ ആ സമയത്ത് എനിക്ക് മാത്രമാണ് ഇത്ര ടഫ്, ഞാൻ റിവൈസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, ഞാൻ ആ ഒരാഴ്ച ഉഴപ്പിയതുകൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കാൻ തുടങ്ങി. ആകെ എന്താ പറയുക, കൈയൊക്കെ വീണ്ടും ഇങ്ങനെ വറക്കുക. നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ചിലതൊക്കെ അതിൻ്റെ അപ്പുറത്ത് പോവുക, ബബിൾ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്ഷൻ കിട്ടാക്കുക. അതിനിടയിൽ ടീച്ചർമാർ അവരെ പ്രൊസീജിയർ ആയതുകൊണ്ട് തരുന്ന അറ്റൻഡൻസ് ഷീറ്റിൽ എന്താ പറയുക, നമ്പേഴ്സൊക്കെ എന്താ പറയുക ഇങ്ങനെ മാറിപ്പോകുന്ന പോലെ കൈ വറച്ചിട്ട് നമ്പേഴ്സൊന്നും ക്ലിയർ ആവുന്നില്ല. ഭയങ്കര ടെൻഷനാവാൻ തുടങ്ങി. പിന്നെ നമ്മളെന്ത് ചെയ്തു, ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഷിഫ്റ്റ് വിചാരിച്ചു. ആ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊരു 30ലേക്ക് എത്താൻ പറ്റി ക്വസ്റ്റ്യൻസ്.